നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് മൾട്ടിപ്പിൾ ഗ്രാനുലാരിറ്റി ടെക്നിക്കിനെ പറ്റിയായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ 2 എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തല്ലേ. ഒരു ട്രാൻസാക്ഷൻ ആദ്യമായിട്ട് വരുമ്പം ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഓൾറെഡി ലോക്ക് ചെയ്തൊരു സിസ്റ്റത്തിലോട്ട് മറ്റൊരു ട്രാൻസാക്ഷൻ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു ട്രാൻസാക്ഷൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയും അതേസമയം തന്നെ വേറൊരു ട്രാൻസാക്ഷൻ ലോക്ക് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ലീഫ് തൊട്ട് റൂട്ട് വരെ സെർച്ച് ചെയ്യണം, ലോക്കിങ് ഓൾറെഡി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം സെർച്ച് ചെയ്തിട്ടാണ് ആ പുതിയതായിട്ട് വന്ന റിക്വസ്റ്റിനെ നമ്മൾ പെർമിറ്റ് ചെയ്യുന്നത്. ഇവിടെ ചെറിയൊരു റെക്കോർഡ്, അതായത് ഒരു റെക്കോർഡിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഒരു റിക്വസ്റ്റ് ആയിരുന്നു രണ്ടാമത് വന്നത്. റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റിക്വസ്റ്റ് ആണ് രണ്ടാമത് വന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരുപാട് സെർച്ചിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. ആ പർട്ടിക്കുലർ റെക്കോർഡ് ഏത് പേജിലാണെന്ന് നോക്കി ആ പേജ് തൊട്ട് ആ ഫയൽ വരെയും ആ ഫയൽ തൊട്ട് ഡേറ്റാബേസ് വരെയുമുള്ള സെർച്ചിങ്ങേ വരുന്നുള്ളൂ. അതേസമയം T2 ശേഷമാണ് T1 റിക്വസ്റ്റ് വരുന്നതെന്ന് വിചാരിക്കുക. ആദ്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് T2 രണ്ടാമതാണ് T1 റിക്വസ്റ്റ് വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് വന്ന T2 നമ്മൾ എന്ത് ഗ്രാന്റ് ചെയ്ത് കൊടുക്കും? R11J എന്ന് പറയുന്ന റെക്കോർഡിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ P11 എന്ന് പറയുന്ന പേജിനെയും അതുപോലെ തന്നെ F1 എന്ന് പറയുന്ന ഒരു ഫയലിനെയും നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷമാണ് T1 വന്നെന്ന് വിചാരിക്കുക. T1 പർപ്പസ് എന്തായിരുന്നു? F1 എല്ലാ റെക്കോർഡ്സിനെയും റൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പെർമിഷൻ ചോദിച്ചുള്ള റിക്വസ്റ്റ് ആയിരുന്നു നമ്മുടെ T1 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ കൊടുത്തത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഈ ഡേറ്റാബേസിനകത്തെ എല്ലാ റെക്കോർഡ്സുകളെയും അതുപോലെ തന്നെ എല്ലാ പേജുകളെയും ഈ F1 എന്ന് പറയുന്ന ഫയലിനെ മുഴുവനും സെർച്ച് ചെയ്തെങ്കിൽ മാത്രമാണ് അവിടെ ഒരു ലോക്കിംഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇതെന്ന് പറയുന്ന ഒരു പ്രോബ്ലം ആണ്, അതായത് ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണ്. അതായത് ഓൾറെഡി ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റത്തിനെ മറ്റൊരാൾ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ആ ഒരു എൻ്റെ ഡേറ്റാബേസിനെ ഫുള്ളും ഓരോ തവണ സ്കാൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ് ആണ്. അപ്പൊ അതിന് നമ്മുടെ ഓൾറെഡി കൈവശമുള്ള ഷെയർഡ് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ലോക്ക് മതിയാകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഡീഷണൽ ആയിട്ടൊരു ലോക്കും കൂടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിനാണ് ഇന്റൻഷൻ ലോക്സ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കൈവശമുള്ള ഷെയർഡ് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ലോക്ക് കൊണ്ട് നമുക്ക് ഈ മൾട്ടിപ്പിൾ ഗ്രാനുലാരിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ലോക്ക് കണ്ടുപിടിച്ചിരിക്കുന്നത്, ഇന്റൻഷൻ ലോക്ക് എന്ന് പറയുന്നത്. The idea behind intention locks is for a transaction to indicate along the path from a root to the desired node what type of lock it will require from one of the node's descendants. അതായത് നമ്മുടെ ഇന്റൻഷൻ ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഒരു പർട്ടിക്കുലർ നോഡ് ഏത് ലോക്കാണ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് ലോക്കാണ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഷെയർഡ് ആണോ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ആണോ, അതായത് റീഡ് ആണോ റൈറ്റിന് വേണ്ടിയിട്ടാണോ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എവിടെ തൊട്ട് എവിടം വരെയുള്ള നോഡാണ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, റൂട്ട് തൊട്ട് ഡിസൈഡ് നോഡ് വരെയുള്ള എവിടെ തൊട്ടുള്ള എവിടം വരെയുള്ള നോഡാണ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെ തൊട്ട് എവിടം വരെയുള്ള ഡേറ്റ ഐറ്റംസ് ആണ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഒറ്റ ഇന്റൻഷൻ ലോക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മുടെ ഷെയർഡ് ലോക്കിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? റീഡ് ചെയ്യാനാണോ റൈറ്റ് ചെയ്യാനോ എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഡേറ്റ ഐറ്റത്തിന്റെ ലെവൽ അവിടെ പറഞ്ഞു കൊടുക്കുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഓൾറെഡി ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡേറ്റ ഐറ്റത്തിന് മേലെ മറ്റൊരു ട്രാൻസാക്ഷൻ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ വീണ്ടും വീണ്ടും ആ എൻ്റെ ഡേറ്റാബേസിനെ ഫുൾ ആയിട്ടും സ്കാൻ ചെയ്യേണ്ടി വരുന്നത്, ഏതൊക്കെ ലോക്കുകളാണ് കൊടുത്തേക്കുന്നത് എന്നുള്ള കാര്യം സ്കാൻ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്കാനിങ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്റൻഷൻ ലോക്ക് കൊടുക്കുന്നത്. ഇന്റൻഷൻ ലോക്കുമായിട്ട് ബന്ധപ്പെട്ട 3 തരത്തിലാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇന്റൻഷൻ ലോക്കിനെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്റൻഷൻ ഷെയർഡ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇന്റൻഷൻ എക്സ്ക്ലൂസീവ്, തേർഡ് വൺ എന്ന് പറയുന്നത് ഷെയർഡ് ഇന്റൻഷൻ എക്സ്ക്ലൂസീവ്. ഒന്നാമത്തെ നമുക്ക് നോക്കാം എന്താന്നുള്ള കാര്യം. ഇന്റൻഷൻ ഷെയർഡ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫോം ആണ് IS എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റ്സ് ദാറ്റ് one or more shared locks will be requested on some descendant nodes. അതായത് ഒരു ഡേറ്റ ഐറ്റം ഷെയർഡ് ലോക്സ് ആണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്റൻഷൻ ഷെയർഡ് എന്ന് പറയുന്ന ലോക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഡിസെൻഡന്റ് നോഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഓരോ നോഡിനെയും ഫോളോ ചെയ്ത് ലോവർ ലെവലിലോട്ട് വരുന്ന നോഡ്സുകളെയാണ് നമ്മൾ ഡിസെൻഡന്റ് നോഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ IS എന്ന് പറയുന്നത് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്? ഏതൊക്കെ നോഡുകളല്ല അല്ലെങ്കിൽ ഏതൊക്കെ ലോവർ നോഡ്സ് ആണ് ഷെയർഡ് ലോക്സിൽ
ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്റൻഷൻ ഷെയർഡ് യൂസ് ചെയ്യുന്നത്. ഷെയർഡ് ലോക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണം, റീഡ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ഷെയർഡ് ലോക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തേതാണ് ഇന്റൻഷൻ എക്സ്ക്ലൂസീവ്. IX എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റ്സ് ദാറ്റ് വൺ ഓർ മോർ എക്സ്ക്ലൂസീവ് ലോക്സ് വിൽ ബി റിക്വസ്റ്റഡ് ഓൺ സം ഡിസെൻഡന്റ് നോഡ്സ്. ഇവിടെ കാണിക്കുന്നത് എന്തായിരിക്കും, ഏതൊക്കെ ഡിസെൻഡന്റ് നോഡ്സിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ലോവർ ലെവൽ നോഡ്സിലാണ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ലോക്കുകൾ പെർമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി മൂന്നാമത്തെ ലോക്കാണ് ഷെയർഡ് ഇന്റൻഷൻ ലോക്ക് എന്ന് പറയുന്നത്. ഷെയർഡ് ഇന്റൻഷൻ എക്സ്ക്ലൂസീവ് ഇൻഡിക്കേറ്റ്സ് that the current node is locked in shared mode, but that one or more exclusive locks will be requested on some descendant nodes. അപ്പോൾ ഷെയർഡ് ഇന്റൻഷൻ എക്സ്ക്ലൂസീവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഷോർട്ട് ഫോം ആണ് SIX എന്ന് പറയുന്നത്. അത് റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്, ഓൾറെഡി ആ ഒരു നോഡ് എന്ന് പറയുന്നത് ഷെയർഡ് മോഡിൽ ലോക്ക്ഡ് ആണ്, അതായത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്ക്ഡ് ആണ്. പക്ഷെ ആ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ആ ഡേറ്റ ഐറ്റത്തിനെ റൈറ്റ് ചെയ്യാനും കൂടെ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ എക്സ്ക്ലൂസീവ് ലോക്കും കൂടെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു. ഓൾറെഡി ഷെയർഡ് മോഡിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ എക്സ്ക്ലൂസീവ് മോഡിലും കൂടെ ആവശ്യമായിട്ട് വരുമ്പോൾ റിക്വസ്റ്റ് കൊടുക്കുന്നു. അത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഷെയർഡ് ഇന്റൻഷൻ എക്സ്ക്ലൂസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഷെയർഡ് ഇന്റൻഷൻ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾറെഡി ഷെയർഡ് മോഡിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ റൈറ്റ് ചെയ്യാനും കൂടെ ആവശ്യമായിട്ടുണ്ട്. അപ്പൊ അത്രയാണ് 3 ടൈപ്സിലുള്ള ഇന്റൻഷൻ ലോക്കുകൾ. The compatibility table of the 3 intention locks and the actual shared and exclusive locks is shown in figure 21.8. In addition to the three types of intention locks, an appropriate locking protocol must be used. The multiple granularity locking protocol consists of the following rules. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ കൈവശമുള്ള ബേസിക് ആയിട്ടുള്ള ലോക്കിംഗ് ടെക്നിക്കുകളുടെ പോരായ്മ പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മൾട്ടിപ്പിൾ ഗ്രാനുലാരിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതിനകത്ത് നമ്മൾ ഈ ഇന്റൻഷൻ ലോക്ക് കൊണ്ടുവന്നതിന് വേണ്ടിയിട്ടാ, ഓൾറെഡി ഉള്ള ഷെയർഡിന്റെയും എക്സ്ക്ലൂസീവിന്റെയും ഡ്രോബാക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഈ ലോക്ക് കണ്ടുപിടിച്ചുകൊണ്ട് മാത്രമായില്ല, നമ്മൾ അഡീഷണൽ ആയിട്ടൊരു പ്രോട്ടോകോളും കൂടെ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ മൾട്ടിപ്പിൾ ഗ്രാനുലാരിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് കൺകറൻസി കൺട്രോളിന് എഫക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ഈ മോളിൽ തന്നിരിക്കുന്നതാണ് കോമ്പാക്റ്റബിലിറ്റി ടേബിൾ അല്ലെങ്കിൽ കോമ്പാക്റ്റബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ ഐറ്റത്തിന്മേല് അഡീഷണൽ ആയിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഓൾറെഡി ഇന്റൻഷൻ ഷെയർഡ് ലോക്കിലുള്ള ഡേറ്റ ഐറ്റത്തിലോട്ട് വീണ്ടും ഇന്റൻഷൻ ഷെയർഡ് കൊടുത്താൽ പെർമിറ്റഡ് ആണോ? യെസ്, പെർമിറ്റഡ് ആണ്. ഇനി വീണ്ടും ഇന്റൻഷൻ എക്സ്ക്ലൂസീവ് കൊടുത്താൽ പെർമിറ്റഡ് ആണോ? ഷെയർഡ് കൊടുത്താൽ പെർമിറ്റഡ് ആണോ? അതുപോലെ തന്നെ ഷെയർഡ് ഇന്റൻഷൻ എക്സ്ക്ലൂസീവ് കൊടുത്താൽ പെർമിറ്റഡ് ആണോ, എക്സ്ക്ലൂസീവ് മാത്രമായിട്ട് കൊടുത്താൽ പെർമിറ്റഡ് ആണോ എന്നുള്ള കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഓൾറെഡി ഒരു ഡേറ്റ ഐറ്റത്തിന്മേലുള്ള ലോക്കുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന റിക്വസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് കോമ്പാക്റ്റബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നോക്കി വെക്കുക. ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഈ കോമ്പാക്റ്റബിലിറ്റി മെട്രിക്സിന്റെ ബേസിലും അതുപോലെ തന്നെ ഇന്റൻഷൻ ലോക്കിന്റെ ബേസിലുമുള്ള മൾട്ടിപ്പിൾ ഗ്രാനുലാരിറ്റി ലോക്കിംഗ് പ്രോട്ടോകോൾ ആണ്. താഴെ തന്നിരിക്കുന്നതാണ് പ്രോട്ടോകോളിന്റെ റൂൾസ്. ഈ താഴെ തന്നിരിക്കുന്ന 6 കാര്യങ്ങളാണ് പ്രോട്ടോകോളിന്റെ റൂൾസ് ആയിട്ട് വരുന്നത്. അതിനകത്ത് ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാല് ദ ലോക്ക് കോമ്പാക്റ്റബിലിറ്റി മസ്റ്റ് ബി അഡ്ഹിയർഡ് ടു. അതായത് ഒരു ട്രാൻസാക്ഷൻ മൾട്ടിപ്പിൾ ഗ്രാനുലാരിറ്റിയുടെ ബേസിൽ കൺകറൻസി കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ മുകളിൽ തന്നിരിക്കുന്ന കോമ്പാക്റ്റബിലിറ്റി മെട്രിക്സ് ഫോളോ ചെയ്യുന്നത് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ദ റൂട്ട് ഓഫ് ദ ട്രീ മസ്റ്റ് ബി ലോക്ക്ഡ് ഫസ്റ്റ് ഈസ് എനി മോഡ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ റീഡ് ഓപ്പറേഷനോ അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷനോ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ട്രീയുടെ ഹൈറാർക്കിക്കൽ ട്രീയുടെ റൂട്ടിനെ വേണം ലോക്ക് ചെയ്ത് വെക്കാനായിട്ട്. ആദ്യമേ റൂട്ടിനെ ലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള റിക്വസ്റ്റുകൾ കൊടുക്കാനായിട്ട് പാടുള്ളൂ. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാല് എ നോഡ് n can be locked by a transaction T in S or IS mode only if the parent node n is already locked by transaction T in either IS or IX mode. അതായത് ഒരു ട്രാൻസാക്ഷന് n എന്ന് പറയുന്ന ഒരു നോഡിനെ ഷെയർഡ് മോഡിലോ അല്ലെങ്കിൽ ഇന്റൻഷൻ ഷെയർഡ് മോഡിലോ ലോക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെ ലോക്ക് ചെയ്യണമെങ്കിൽ ആ നോഡിന്റെ പേരന്റ് നോഡിനെ ഇന്റൻഷൻ ഷെയർഡ് മോഡിലോ അല്ലെങ്കിൽ
ഇന്റൻഷൻ എക്സ്ക്ലൂസീവ് മോഡിലോ ലോക്ക് ചെയ്തതിനു ശേഷം മാത്രമേ റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതായത് ഒരു നോഡിനെ നമുക്ക് ഷെയർഡ് മോഡിലോ അല്ലെങ്കിൽ ഇന്റൻഷൻ ഷെയർഡ് മോഡിലോ ലോക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വന്നാൽ അതിന്റെ പേരന്റിനെ വേണം ആദ്യമേ ലോക്ക് ചെയ്യാനായിട്ട്. ഏത് മോഡില്? ഇന്റൻഷൻ ഷെയർഡിലോ അല്ലെങ്കിൽ ഇന്റൻഷൻ എക്സ്ക്ലൂസീവിലോ ലോക്ക് ചെയ്തതിനു ശേഷം മാത്രമേ അതിന്റെ ചൈൽഡിനെ റിക്വസ്റ്റ് ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് പാടുള്ളൂ. നാലാമത്തെ കണ്ടീഷൻ, എ നോഡ് ക്യാൻ ബി ലോക്ക്ഡ് ബൈ എ ട്രാൻസാക്ഷൻ ടി ഇൻ എക്സ് or ix or six mode only if the parent of node n is already locked by transaction t in either ix or six mode. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ട്രാൻസാക്ഷന് ഒരു നോഡ് എന്നിനെ എക്സ്ക്ലൂസീവ് മോഡിലോ അല്ലെങ്കിൽ ഇന്റൻസീവ് എക്സ്ക്ലൂസീവ് മോഡിലോ അല്ലെങ്കിൽ ഷെയർഡ് ഇന്റൻഷൻ എക്സ്ക്ലൂസീവ് മോഡിലോ ലോക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ പേരന്റ് നോഡിനെ ആദ്യമേ ലോക്ക് ചെയ്ത് വെച്ചിരിക്കണം. ഏത് മോഡില്? ഇന്റൻഷൻ എക്സ്ക്ലൂസീവ് മോഡിലോ അല്ലെങ്കിൽ ഷെയർഡ് ഇന്റൻഷൻ എക്സ്ക്ലൂസീവ് മോഡിലോ ലോക്ക് ചെയ്തതിനു ശേഷം മാത്രമേ അതിന്റെ ചൈൽഡിനെ ലോക്ക് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് റീഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കണ്ടീഷൻ ആണ്. രണ്ടാമത് നമ്മൾ നാലാമത്തേത് കൊടുത്തിരിക്കുന്നത് റൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കണ്ടീഷൻ ആണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി അടുത്ത അഞ്ചാമത്തെ റൂളിനകത്ത് പറയുന്നത്, a transaction T can lock a node only if it has not unlocked any node to enforce the 2PL protocol. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ട്രാൻസാക്ഷൻ T എന്ന് പറയുന്നത് ഒരു നോഡിനെ a transaction T can lock a node only if it has not unlocked any node. അതായത് ഒരു ട്രാൻസാക്ഷൻ ഒരു നോഡിനെ ലോക്ക് ചെയ്യുന്നത് കൊണ്ട് അതിനകത്തെ മറ്റ് നോഡുകള് അൺലോക്ക് ആയിട്ട് പോകരുത്. അതായത് ഒരു പ്രാവശ്യം ലോക്ക് ചെയ്യുന്നത് കൊണ്ട് അതിനകത്ത് മറ്റ് നോഡുകളൊന്നും അൺലോക്ക് ആയിട്ട് പോകരുത്. രണ്ടാമത്തത്, അതായത് അൺലോക്കിങ്ങും ലോക്കിങ്ങും അറ്റ് എ ടൈമിൽ തന്നെ നടക്കരുതെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത്, എ ട്രാൻസാക്ഷൻ T can unlock a node n only if none of the children of node n are currently locked by T. ഇനി അതുപോലെ തന്നെ ഒരു ട്രാൻസാക്ഷൻ ഒരു നോഡിനെ അൺലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ ലോക്കിങ്ങിലായിട്ടുള്ള മറ്റു നോഡുകളൊന്നും കാണാനായിട്ട് പാടില്ല. അപ്പൊ ഇവിടെയും പറയുന്നത് ഇത് തന്നെയാണ്, അൺലോക്കും ലോക്കും ഒരേ സമയത്ത് തന്നെ സംഭവിക്കരുത്. ഒന്നെങ്കിൽ ലോക്കിങ് ചെയ്യണം അല്ലെങ്കിൽ അൺലോക്കിങ് ചെയ്യണം. ഈ രണ്ട് കാര്യം കൂടെ അറ്റ് എ ടൈമിൽ വരാനായിട്ട് പാടില്ല. അപ്പൊ ഇത്രയാണ് 6 റൂൾസ് പറയുന്നത്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ റൂൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? മൾട്ടിപ്പിൾ ഗ്രാനുലാരിറ്റിക്കകത്ത് കോൺഫ്ലിക്റ്റിംഗ് ലോക്കുകൾ ഒന്നും പെർമിറ്റ് ചെയ്യുന്നില്ല. അതാണ് ഒന്നാമത്തെ റൂള് എൻഫോഴ്സ് ചെയ്യുന്നത്. രണ്ടാമത്തെ റൂളും മൂന്നാമത്തെ റൂളും നാലാമത്തെ റൂളും ലോക്ക് മോഡ്സ് ആണ് പറയുന്നത്. റീഡ് ചെയ്യാനാണോ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള ഷെയർഡ് മോഡ്സ് ആണ് പറയുന്നത്, ലോക്ക് മോഡ്സ് ആണ് പറയുന്നത്. ഇനി റൂൾ 5ഉം റൂൾ 6ഉം ആണ് 2PL ബേസ്ഡ് സീരിയലൈസബിൾ ഷെഡ്യൂൾസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് 1 by 1 ആയിട്ട് ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫെസിലിറ്റി ഒരുക്കുന്ന ആരാണ്? 5ാമത്തെ 6ാമത്തെ റൂളാണ്. അതുകൊണ്ടാണ് നമ്മൾ ലോക്കിങ്ങും അൺലോക്കിങ്ങും ഒരുമിച്ച് നടക്കാനായിട്ട് പാടില്ല എന്ന് പറയുന്നത്. Basically, the locking starts from the root and goes down the tree until the node that needs to be locked is encountered. Whereas unlocking starts from the locked node and goes up to the tree until the root itself unlocked. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ലോക്കിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ സെർച്ചിങ് പോകുന്നത് റൂട്ടിൽ നിന്നും ഏത് പർട്ടിക്കുലർ നോഡാണ് വേണ്ടത് ആ ലോക്ക് ചെയ്യുന്ന നോഡ് വരെയാണ് അതിന്റെ സെർച്ചിങ് പോകുന്നത്, ട്രീ ട്രാവേഴ്സിൽ പോകുന്നത്. ഇനി അതേസമയം നമ്മൾ അൺലോക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, അൺലോക്ക് ചെയ്യാനാണ് റിക്വസ്റ്റ് കൊടുക്കുന്നതെങ്കിൽ സെർച്ചിങ് പോകുന്നത് എങ്ങനെയാണ്? ലീഫ് നോഡിൽ നിന്നും റൂട്ടിലോട്ടാണ് സെർച്ചിങ് പോകുന്നത്. ലീഫിൽ നിന്നും റൂട്ടിലോട്ടാണ് അൺലോക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. താഴെ തന്നിരിക്കുന്നത് മൾട്ടിപ്പിൾ ഗ്രാനുലാരിറ്റി ബേസ് ചെയ്തുള്ളൊരു ട്രാൻസാക്ഷൻസിന്റെ എല്ലാം സീരിയലൈസബിൾ ഷെഡ്യൂൾ ആണ് തന്നിരിക്കുന്നത്. അതിനകത്ത് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇന്റൻഷൻ ലോക്സും അതുപോലെ തന്നെ ലോക്ക് അൺലോക്ക് അങ്ങനെയുള്ള ഓപ്പറേഷൻസ് എല്ലാം കൂടെ കൂടി ഒരു എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് നോക്കി വെക്കുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് മൾട്ടിപ്പിൾ ഗ്രാനുലാരിറ്റി ലെവൽ പ്രോട്ടോകോൾസ് ഏതിനൊക്കെയാണ് സ്യൂട്ടഡ് ആയിട്ടുള്ളതെന്നാണ്. ഷോർട്ട് ട്രാൻസാക്ഷൻസ് ദാറ്റ് ആക്സസ് ഓൺലി എ ഫ്യൂ ഐറ്റംസ്, ലോങ് ട്രാൻസാക്ഷൻസ് ദാറ്റ് ആക്സസ് എൻറ്റയർ ഫയൽസ്. അതായത് വലിയ ട്രാൻസാക്ഷൻസ് ഒരു ഫയലോടെയോ അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് ഡിസ്കിനെയൊക്കെ ആക്സസ് ചെയ്യുന്ന വലിയ ട്രാൻസാക്ഷൻസിനോ അല്ലെങ്കിൽ കുറച്ച് ഐറ്റംസ് മാത്രം ആക്സസ് ചെയ്യുന്ന ചെറിയ ട്രാൻസാക്ഷൻസിനൊക്കെയാണ് നമ്മുടെ ഈ മൾട്ടിപ്പിൾ ഗ്രാനുലാരിറ്റി എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോള് ഏറ്റവും കൂടുതലായിട്ട് സ്യൂട്ടബിൾ ആകുന്നത്.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കൺകറൻസി കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്.